ദൈവത്തിനു മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 183 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ശാശ്വതമേ തിരുനാമം, ശാശ്വതമേ തിരുനാമം. ആശ്രിതവത്സലനേശു മഹേശനെ ശാശ്വതമേ തിരുനാമം, ശാശ്വതമേ തിരുനാമം. കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രദ്ധിച്ചത് ദാവീദ് മല്ലനെ കൊന്നു. തലയുമായിട്ട് നേരെ രാജകൊട്ടാരത്തിൽ വന്നു. അവിടെയുള്ള ഗായക സംഘമായിരിക്കുന്ന സ്ത്രീകളെ അവരെ ഒരു പാട്ടുപാടി, അത് നൃത്തം ചെയ്ത് തപ്പും തമ്പുരും ഒക്കെ വീട്ടിപ്പാടി. പാടിയതിങ്ങനാണ്: ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്ന് പാടി. അപ്പോൾ ശൗൽ ഏറ്റവും കോപിച്ചു. ഈ വാക്കവനെ അനിഷ്ടമായി. അവർ ദാവീദിന് 10,000 കൊടുത്തു, എനിക്ക് 1000 മാത്രമേ തന്നുള്ളൂ. രാജത്വമല്ലാതെ അവന് കിട്ടുവാൻ എന്തുള്ളൂ? ദാവീദ് മരുമകനായിരുന്നിട്ടും അമ്മായിയപ്പൻ ശത്രുവായി മാറി. ഈ ശത്രുവായി മാറിയാലും വലിയ കുഴപ്പമില്ല. എന്നാൽ 1 ശമൂവേൽ 19:1 ശൗൽ തൻ്റെ ഭൃത്യന്മാരോട് ദാവീദിനെ കൊല്ലണം, മകൾ ഭർത്താവില്ലാതെ വിധവയായിരുന്നാലും വേണ്ടില്ല, ദാവീദിനെ കൊല്ലണം എന്ന് കൽപ്പന കൊടുത്തു. ദൈവം ഒരുവന്റെ ശുശ്രൂഷയ്ക്ക് ആരെല്ലാം അവനെതിരായിട്ട് നോക്കിയാലും ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയത്തിനകം അവനൊരു മരണം സംഭവിക്കുകയില്ല. ദൈവം ആരാന്ന് മനസ്സിലാക്കുക. ഇതാ ഒരു ദിവസം ദാവീദ് ചുവരിനോട് ചേർന്ന് നിൽക്കുകയാണ്. അവന്റെ മൂർച്ചയുള്ള കുന്തം ആഞ്ഞ് അവനെ നെഞ്ചത്തു കുത്താൻ വേണ്ടി എറിഞ്ഞു. പക്ഷേ അവിടെ പറയുന്നത് ദാവീദ് മാറിക്കളഞ്ഞു. ആ കുന്തം ചോരിന്മേൽ തറച്ചു. എന്നിട്ടും ഈ അഭിഷിക്തന്റെ പിന്നാലെ അഭിഷേകം നഷ്ടപ്പെട്ടവർ യാത്ര തിരിക്കുകയാണ്. ഈ അഭിഷേകം പ്രാപിച്ചവരുടെ പിന്നാലെ പല ആളുകളൊക്കെ ഉപദ്രവിക്കാൻ നടക്കുന്നുണ്ടല്ലോ. ചിന്തിക്കണം. ഇവരുടെ അഭിഷേകം പോയി, ഇവർ ജഡികന്മാരായി ലോകമനുഷ്യരായി കഴിയുമ്പോഴാണ് അഭിഷിക്തന്മാർക്ക് വിരോധമായിട്ട് അവരെ കൈ ഓങ്ങുന്നുള്ള കാര്യം ഓർപ്പിച്ചു കൊള്ളുന്നു. പിറ്റേ ദിവസം രാവിലെ മീഖലിനറിയാം തൻ്റെ അപ്പൻ കൊല്ലുമെന്ന്. ഒരു കാര്യം ചെയ്തു, ദാവീദിനെ കിളിവാതിലൂടെ അല്ലെങ്കിൽ ജനലിലൂടെ ഇറക്കി വിട്ടു രക്ഷിച്ചു. കാരണം എന്ത്? ആവശ്യമില്ലാത്ത പാട്ടായിരുന്നു ഇതിൻ്റെ പുറകിലത്തെ വ്യാപാര ശക്തി. പാട്ടിന് വലിയ പവറുണ്ട്. പക്ഷേ അത് ആത്മീകമായ നല്ല നിലയിൽ പാട്ടാണെങ്കിൽ അനുഗ്രഹമായിരിക്കും എന്നും കൂടെ ഓർപ്പിച്ചുകൊള്ളും. ഇതിനകത്തൊരു സന്ദേശമുള്ളത്, നാം ആരെയും അനാവശ്യമായിട്ട് ഉയർത്തി കാണിക്കരുത്. ആരെങ്കിലും പ്രാസംഗികന്മാരെ അവരുടെ സ്ഥാനമാനങ്ങളെക്കാട്ടുപരിയായിട്ട് അവരുടെ പേര് പറഞ്ഞ് പുകഴ്ത്തുന്ന സ്വഭാവം നമ്മുടെ കേരളത്തിലുണ്ട്. നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് കർത്താവിനെ ഉയർത്തുവാൻ
ജ്ഞാനം ഉയർത്തപ്പെട്ട സകലരെ എങ്കിലേക്ക് ആകർഷിക്കുന്നു നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പേരും അഡ്രസ്സും മാത്രം പറയാനായിട്ട് ഇനിയെങ്കിലും ചിന്തിക്കുക എന്നും കൂടെ ഓർപ്പിച്ചു കൊള്ളുന്നു. ശൗല് മരിക്കുന്നത് വരെ ദാവീദിന് സ്വസ്ഥതയില്ലായിരുന്നു. കഷ്ടപ്പാടുകൾക്ക് കയ്യും കണക്കുമില്ലായിരുന്നു. ഗുഹകളിലും വനത്തിലും പാറക്കെട്ടുകളിലും പട്ടിണിയും നിരാശയും ജീവിതം ഒരു തകർന്നവനായി മാറി. കാരണം എന്തേ? അഭിഷേകം നഷ്ടപ്പെട്ട ഒരുവൻ അഭിഷേകമുള്ളവന്റെ പിന്നാലെ വരുന്നു. ദാവീദ് വിചാരിച്ചില്ല, ഞാൻ പഴയ ജോലിയായിരുന്നെങ്കിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. എപ്പോഴും മരണത്തെ അഭിമുഖമായി കാണുന്ന ദാവീദ്. പക്ഷെ ദാവീദ് ചിന്തിച്ചില്ല. കാരണം എന്തേ? ദാവീദിന്റെ തലയിൽ ഒരഭിഷേക തൈലമുണ്ട്. അഭിഷേക തൈലം നമ്മളെ നല്ല നിലവാരത്തിൽ പഠിപ്പിക്കുന്നു, വഴി നടത്തുന്നു, ബുദ്ധി ഉപദേശിപ്പിക്കുന്നു, നമ്മളെ താങ്ങും തണലുമാണ്. അഭിഷേകം പ്രാപിച്ചവരെ ജീവിതത്തിൻ്റെ ഏത് പ്രതികൂലം കടന്നു വന്നാലും ദൈവം നമ്മോട് കൂടെ ഉണ്ട്. അതുകൊണ്ട് ലോകക്കാരെന്തുമല്ല നോക്കിയാലും ഒരു പരിധി വരെ നമ്മളെ വിഷമിപ്പിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഭയപ്പെടേണ്ട. ദൈവത്തിന് മഹത്വം. അഭിഷിക്തന്മാരെ ഉപദ്രവിക്കുന്നതിന് പരിധിയുണ്ട്. പരിധി വിട്ടാൽ ഉണ്ടാകുന്ന ശിക്ഷ അതിഭയങ്കരമാണെന്ന് ഞാൻ ഈ ക്ലാസ്സിലൂടെ നിങ്ങൾ ഓർപ്പിക്കുകയാണ്. ഇതാ ശൗലം ദാവീദിനെ ഏതു കുന്തം കൊണ്ട് കുത്തിക്കൊല്ലാൻ നോക്കിയോ, ഇതാ താൻ രക്ഷപ്പെടാൻ പറ്റാഞ്ഞപ്പോൾ ആ കുന്തത്തെ ചാരി അവൻ ആത്മഹത്യ ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കുക. 1 ശമൂവേൽ 31 അധ്യായം അതിനെ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. 8-9 ഭാഗങ്ങളെ നമ്മളെ വായിച്ചു നോക്കുക. ഈ ശൗലിന് വന്ന ആ ദുഃഖകരമായ അവസ്ഥ കാരണം എന്ത്? ഒരഭിഷിക്തനെ ഉപദ്രവിക്കാൻ പോയതിന്റെ ശിക്ഷ അവനു മാത്രമല്ല, അവന്റെ മക്കൾക്കും ആ ശിക്ഷ വന്നു. ശൗലിന്റെ ശത്രുക്കൾ കടന്നു വന്നു. അവര് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശൗലിന്റെ തല അറത്തു. എത്ര സങ്കടകരമാണ്! തല വെട്ടിക്കൊണ്ട് പോവുക മാത്രമല്ല, 1 ശമൂവേൽ 31:8 വിഗ്രഹ ക്ഷേത്രത്തിന്റെ മുമ്പിൽ കൊണ്ടുവച്ചു. എന്നിട്ട് അവര് പറഞ്ഞു, നിന്റെ ശക്തിയാണ് ഇവന്റെ തല ഇവിടെ കൊണ്ടുവന്നെന്ന്. അടുത്തവൾ വായിക്കുമ്പോൾ ശൗലിന്റെ പുത്രന്മാരുടെയും ശവങ്ങളെടുത്തു, ശൗലിന്റെ ശവമെടുത്തു, ദഹിപ്പിച്ചു. എത്ര സങ്കടകരമായ കാര്യം! അഭിഷിക്തന്റെ പിന്നാലെ ഉപദ്രവിക്കാൻ പോകുന്നവരെ നിങ്ങൾക്കൊരു പാഠമാണെന്നും മനസ്സിലാക്കുക. അവര് വൈരാഗ്യം തീർന്നില്ല. അസ്ഥികളെടുത്തു, പിജുല വിഷത്തിന് ചുവട്ടിക്കൊണ്ട് കുഴിച്ചിട്ടു. ശ്രദ്ധിക്കുക, നമ്മെ ഏൽപ്പിച്ച ജോലി നമ്മൾ ചെയ്യുക. നമ്മെ ഏൽപ്പിക്കാത്ത ജോലിക്ക് വേണ്ടി പോകരുതെന്ന് ഓർപ്പിച്ചുകൊണ്ട് തൽക്കാലം ഞാനിവിടെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നതല്ല, തുടരും. പ്രാർത്ഥിക്കുക. ഭാരതത്തിൽ ഉണർവുണ്ടാകാൻ പോകുന്നു. എന്നും പ്രാർത്ഥിക്കുന്നു. നിങ്ങളും അംഗമാകുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.